ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. എനിക്കറിയാം കൊറോണ കാരണം നമുക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. എന്തായാലും അപ്പോൾ അടുത്ത വർഷം നമുക്ക് അടിച്ചു പൊളിക്കും. ഈ വർഷം എല്ലാവരും വീട്ടിലിരുന്ന് ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കും. പക്ഷേ ഈ വിഷുവിന് പ്രത്യേകത എന്താ പറയുക, ഇവിടെ ആരും പടക്കം പൊട്ടിച്ചില്ല. ആ പടക്കം പൊട്ടിക്കുന്നതുകൊണ്ട് എന്താ പറയുക, എയർ പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനൊക്കെ ഈ വർഷം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഒരു ഹാപ്പി വിഷു പറഞ്ഞു. ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു. അപ്പോൾ നമ്മളിന്ന് വിഷുവിന് എന്താണ് വിഷുക്കട്ടയാണ്, തൃശ്ശൂർ സ്പെഷ്യൽ വിഷുക്കട്ടയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും അതൊക്കെ കൂടി ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു വരാൻ പോകുന്നത്. കുറച്ച് ചെറിയ ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും ഇത് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും നൈസാക്കി പൊടിച്ചെടുക്കണം. ഇത്രയും നൈസാവും ജീരകവും ചുക്കും ഇത്രയും നൈസായിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചതച്ച് പൊടിച്ചെടുക്കുക. നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് അരമൂലി നാളികേരത്തിൻ്റെ പാലാണ്. ഇത് ഒന്നാം പാല്, ഇത് രണ്ടാം പാല്. അപ്പോൾ രണ്ടാം പാലാണ് നമ്മൾ അരി വേവിക്കുന്നത്. അപ്പോൾ ഈ അരി വേവിക്കുന്നതിനൊപ്പം തന്നെ ഇതിലോട്ട് നമ്മൾ ചുക്ക് പൊടിച്ചതും ആ ജീരകം പൊടിച്ചുകൊണ്ട് ചേർക്കും. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ചെറിയ ടീസ്പൂൺ ചുക്ക് പൊടിയും ജീരപ്പൊടിയും മതി. നമ്മൾ വേവിക്കാൻ വെച്ച അരിയിലോട്ട് കുറച്ച് പാകത്തിന് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി വേവിക്കാൻ വെച്ച ആ സമയത്ത് നമുക്ക് ചുക്കും ജീരകവും പൊടിച്ചത് നമ്മൾ ഒന്നാം പാലിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായി മിക്സ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചോറ് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ടല്ലോ. ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുന്നെന്ന് പറയും. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ഈ സാധനം റെഡിയായി നടത്തുന്നത്. നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ റെഡിയായിരിക്കുന്ന സാധനം എടുത്ത് തരുമ്പോഴും അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ വിഷു കട്ട ഇത് തൃശ്ശൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കണം. തണുത്തിട്ട് നമ്മൾ കേക്ക് മുറിക്കുന്നത് മുറിച്ച് നമ്മൾ